ആലുവ മണപ്പുറത്തോട് പോകണം. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ശിവരാത്രിയാണ്, വലിയ ആഘോഷ നിറവിലാണ് നാട്. വ്രതാനുഷ്ഠാനങ്ങളോടെ പിതൃതർപ്പണത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് ആലുവ മണപ്പുറം. ഗ്രീൻ പ്രോട്ടോകോളൊക്കെ പാലിച്ച് ഇത്തവണയും ശിവരാത്രി ആഘോഷങ്ങൾ ഗംഭീരമാവാൻ പോകുന്നു. ആലുവ മണപ്പുറത്ത് നിന്ന് അശ്വിൻ പാലാഴിയാണ് സ്കാൻ ചെയ്യുന്നത്. അശ്വിൻ, എല്ലാം ഓക്കെ അല്ലേ? കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? ഭക്തർ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നില്ലേ? ക്രമീകരണങ്ങൾ എങ്ങനെയാണ് അശ്വിൻ? കാശ്മീർ എല്ലാം ഓക്കെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിൽ തന്നെയാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ആലുവ മണപ്പുറം. ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ കൊണ്ട് ഈ ആലുവ മണപ്പുറം നിറയുന്ന കാഴ്ച നമുക്ക് കാണാനാകും. ഇന്ന് രാത്രി മുതലാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുക. അത് കുംഭമാസത്തിലെ അമാവാസി നാളായ നാളെ രാവിലെ 10 മണിവരെ ആ ബലിതർപ്പണ ചടങ്ങുകൾ തുടരുകയും ചെയ്യും. 116 ബലിമണ്ഡപങ്ങളാണ്, ബലിത്തറകളാണ് ഇവിടെ ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര തിരക്കുണ്ടായാലും ആളുകൾക്ക് കൃത്യമായി എത്തി അവരുടെ ചടങ്ങുകൾ പൂർത്തിയാക്കി മടങ്ങാനാകും. ഒപ്പം കൃത്യമായ പോലീസ് സംവിധാനം അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. ആലുവ പുഴയിൽ ഇപ്പോൾ നല്ല ഒഴുക്കുള്ള സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിൻ്റെയും മുങ്ങൽ വിദഗ്ധരുടെയും എല്ലാം സഹായവും അപകടരഹിതമായൊരു തീർത്ഥാടന ദിവസത്തിന് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. നിലവിൽ ഇപ്പോൾ തന്നെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി ശിവപഞ്ചാക്ഷരി മന്ത്രമൊക്കെ ഉരുവിട്ടുകൊണ്ട് രാത്രിയിൽ തന്നെ ഈ ബലിതർപ്പണ തറകളിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങും. എന്തായാലും നാളെ ഈ ശിവരാത്രി പൂർത്തിയാക്കി നാളെ പുലർച്ചെയാകുമ്പോൾ വലിയ ഭക്തജന തിരക്ക് പ്രതീക്ഷിച്ച ലക്ഷക്കണക്കിന് 6 ലക്ഷത്തോളം തീർത്ഥാടകരെയാണ് ഈ 2 ദിവസങ്ങളിലായി ദേവസ്വം കൂടെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ആലുവ മണപ്പുറം തീർത്ഥാടകരെ കൊണ്ട് തിങ്ങി നിറയും. കാശ്മീർ.